അതിന് പത്രോസ്, കർത്താവേ, നീ ആവുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്ന് കർത്താവ് പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങിയാൽ കർത്താവെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ അടുക്കലേക്ക് എത്തുവാൻ വെള്ളത്തിന്മേൽ നടന്ന ഒരു ശിഷ്യനാണ് പത്രോസ്. പടകിൽ നിന്നിറങ്ങി വെള്ളത്തിന്മേൽ നടന്ന പത്രോസ് ഒരു പരാജയമായിട്ട് തീർന്നു. പെട്ടെന്ന് കർത്താവിനും പത്രോസിനും ഇടയിൽ കൊടുങ്കാറ്റും തിരമാലയും വന്നെടുത്തു. കൊടുങ്കാറ്റ് കണ്ട് പേടിച്ച പത്രോസ്, കർത്താവ് എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിനെ സംശയിച്ചു എന്ന് ചോദിച്ചു. പത്രോസ് കർത്താവിനെ കാണുന്നതിന് പകരം കൊടുങ്കാറ്റിനെയായിരുന്നു കണ്ടത്. നമുക്കും കർത്താവിനും മധ്യേ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും വന്നു നിൽക്കുമ്പോൾ നാം ഭൂമിയിലും കർത്താവ് വിദൂരതയിലുമാണെന്ന് നാം ചിന്തിക്കും. എന്നാൽ ദൈവം അകന്നു നിൽക്കുന്നവനല്ല. രോഗത്തിൻ്റെയും വേദനയുടെയും നടുവിൽ ഒരു മാതാവിന് തൻ്റെ കുഞ്ഞിൽ നിന്ന് അകന്നുനിൽക്കാൻ സാധിക്കുമോ? പോരാട്ടങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ നിൽക്കുന്ന ഒരു ദൈവത്തിൽ നിന്ന് ദൈവം അകന്നു മാറുമോ? ഒരിക്കലുമില്ല. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. പോരാട്ടങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ നാം തളർന്നു പോകരുത്. പ്രശ്നങ്ങൾ തിരമാല പോലെ ഉയർന്നു വന്നേക്കാം. ദാവീദിൻ്റെ ജീവിതത്തിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വന്നു. എന്നാൽ ദാവീദ് പറയുന്നത്, അവൻ ഉയരത്തു നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു എന്നാണ്. സങ്കീർത്തനം 18:16. ശൗലും പടയാളികളും ദാവീദിനും കൂട്ടരും പാർത്തിരുന്ന ഗുഹാമുത്ത് വന്നെത്തി. ഇതറിഞ്ഞ് ദാവീദ് തളർന്നുപോയി. ഹൃദയം ക്ഷീണിച്ചപ്പോൾ, മനസ്സിടിഞ്ഞപ്പോൾ ദൈവം ദൂരസ്ഥനെന്ന് ദാവീദ് ചിന്തിച്ചു കാണും. പക്ഷേ ദൈവം ദൂരസ്ഥനല്ല, സമീപസ്ഥനാണ് എന്ന് ദാവീദ് ഗ്രഹിച്ചപ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും എന്ന ധൈര്യം ദാവീദിന് ഉണ്ടായി. ഈ ധൈര്യത്തോടെയാണ് ദാവീദ് ശൗലിനെ സമീപിച്ചത്. പത്രോസ് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഉറപ്പിലാണ് പടകിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. എന്നാൽ കൊടുങ്കാറ്റും തിരമാലയും കണ്ടപ്പോൾ യേശുക്രിസ്തുവിൽ നിന്ന് നോട്ടം മാറിയത് ആണ് പത്രോസിന് ഭയമുണ്ടാകുവാൻ കാരണമായി തീർന്നത്. കർത്താവിനോട് തൻ്റെ സ്ഥിതിയെപ്പറ്റി പറഞ്ഞപ്പോൾ കർത്താവ് കൈനീട്ടി പത്രോസിനെ പിടിച്ചു എന്ന് നാം വായിക്കുന്നു. പ്രിയരെ, നമ്മുടെ ബലഹീനതകളും താഴ്ചകളും തോൽവികളും കഷ്ടങ്ങളും കണ്ണുനീരും വേദനയും രോഗങ്ങളുമുള്ള ശരീരത്തോടു കൂടി നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ക്ഷീണിച്ചു പോകാൻ ഇടയുണ്ട്. എന്നാൽ ആ സമയം ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ അവിടുന്ന് കൈ നീട്ടി നമ്മെ വിടുവിക്കും. ദൈവത്തിൻ്റെയും നമ്മുടെയും മധ്യേ പ്രശ്നങ്ങൾക്ക് യാതൊരു സ്ഥാനമുണ്ടായിരിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ നാം ഭയചകിതരായിട്ട് തീരും. കർത്താവ് പൗലോസിനോട് അരുളിച്ചെയ്തത് ഇങ്ങനെയാണല്ലോ, എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക, ധൈര്യപ്പെടുക. അവിടുന്ന് കൂടെ ഇരുന്ന് അന്ത്യത്തോളം നമ്മെ വഴി നടത്തും.